ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ എല്ലാവരും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. ഇനി വർക്കൗട്ട് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോർണിംഗ് റൂട്ടീനാണ് നിങ്ങളുടെ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യണ കൂട്ടുകാർക്കൊക്കെ ഈ വർക്കൗട്ട് എന്നും സഹായകരമാവും. അതാണ് ഞാൻ വർക്കൗട്ടിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് കൊണ്ട് നമ്മൾ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് അറിയണമെങ്കിൽ സാറ് വരണം. അത് കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലോട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വാമപ്പ് റൂട്ടീനാണിത്. ഇപ്പോൾ സ്ട്രെച്ചിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് ജോഗ് ചെയ്യണം. ഒരു 6-7 മിനിറ്റ് ജോഗ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് റണ്ണിങ് ഡ്രിൽസ്, റണ്ണിങ് ABC, അതേപോലെ സ്ട്രൈഡ്, റണ്ണിങ്ങിനകത്തുള്ള കോർഡിനേഷൻ എക്സസൈസ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഓരോ ഡ്രിൽസും ചെയ്ത് ബോഡീനെ ഓപ്പണാക്കി വാമപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്കൗട്ടിലോട്ട് പോകണത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഓരോ സ്ട്രൈഡ് ചെയ്യണം. സ്ട്രൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ എല്ലാവരും വർക്കൗട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിനിങ് ഗ്രൂപ്പ്. അപ്പോൾ സാറ് ഓരോ ദിവസവും ഇതേപോലെ നമുക്ക് വർക്കൗട്ടുകൾ ഷെയർ ചെയ്യും. അപ്പോൾ വാക്കേഴ്സ് നിങ്ങൾക്ക് കാണാം, വാക്കേഴ്സ് അവിടെ നടക്കുന്നുണ്ട്. സാറ് വർക്കൗട്ട് ബുക്കുമായിട്ട് വന്ന് എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഓരോ വർക്കൗട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ടിലോട്ട് നമ്മളെന്നും പോകും. ഇന്നത്തെ വീഡിയോ 30 മിനിറ്റിൻ്റെ കണ്ടിന്യൂസ് ആയിരുന്നു. അപ്പോൾ 320യുടെ പേസ് ആയിരുന്നു, 320 കിലോമീറ്റർ പേസ്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് എടുക്കാൻ പറ്റില്ല, അതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടെല്ലാം ഫിനിഷ് ചെയ്ത് 30 മിനിറ്റിൻ്റെ കണ്ടിന്യൂസ് ആയിരുന്നു. ഒരു 8 കിലോമീറ്ററും സംതിങ് നമ്മൾ ചെയ്തായിരുന്നു. ഇതിന് ശേഷം ഇപ്പോഴും വാക്കേഴ്സൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അവർക്ക് 1 ഹവറിന് മുകളിലാണ്. രാവിലെ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ കൂടെ ഓടുന്നത് നമ്മുടെ അലനാണ്. ഇവനൊക്കെ ഇനി നമ്മളെ വീഡിയോയിൽ കാണാം. വാക്കേഴ്സ് ഇതാ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൂൾ ഡൗൺ, എല്ലാ ദിവസവും കൂൾ ഡൗൺ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. കാര്യം നമ്മൾ ഇഞ്ചുറി വരണയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൂൾ ഡൗൺ ചെയ്യണത്. നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ യൂട്യൂബിൽ പിന്നെയും വീഡിയോ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ട്രാക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പം ഭയങ്കര ചെളി, മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ ഓടുമ്പോഴത്തേക്ക്, ഒരു ലാപ്പ് ഓടുമ്പോഴത്തേക്ക് ഒരു റൗണ്ട് കൂടുതൽ ഓടേണ്ടി വരും. വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് നമ്മുടെ പ്രോട്ടീൻ കഴിച്ചതിന് ശേഷമാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഞാൻ തരില്ല, വീഡിയോ നല്ല ലോങ് ആയി പോവും. അപ്പോൾ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഇതാണ്. കുറേ നാൾ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനായാലും പല കാര്യങ്ങളിലായാലും ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. തിരിച്ചെല്ലാം കൊണ്ടുവരണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.